ഗിഫ്റ്റ്സ് ഇഷ്ടപ്പെടാത്ത ആരാണ് ഉള്ളത് അല്ലേ? നമ്മളെടുക്കുന്ന ചെറിയ എഫേർട്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യുന്ന ചെറിയ ഗോൾസ് ആയിരിക്കാം. അതിന് ചിലപ്പോൾ ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു കയ്യടിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. അതിന് വലിയ വാല്യൂ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഓ അത്ര വലിയ സംഭവമൊന്നുമല്ല, പക്ഷേ അതിന് വലിയ വാല്യൂ ഉണ്ട്. കുട്ടികളെ സംബന്ധിച്ച് അത് ഒരുപാട് വലിയ കാര്യമാണ്. സംഭവം വേറൊന്നുമല്ല, ഞാനിവിടെ ഒരു ക്വിസ് കോമ്പറ്റീഷൻ നടത്തി. അപ്പം അതിൻ്റെ പ്രൈസ് പാക്കിംഗ് ആണ് നടക്കുന്നത്. ഫസ്റ്റും സെക്കൻഡും തേർഡും ബാക്കിയുള്ളവർക്ക് കുറച്ച് ചോക്ലേറ്റ്സും കോട്ട്സ് എഴുതിയ കാർഡ്സും ഒക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോൾ നല്ല ടയർഡായി. അങ്ങനെ ഞാൻ രാത്രി 2 സ്റ്റുഡൻസിനെ പൊക്കി. അപ്പോൾ അവർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാണ്, ഫിദയും ഫർഹാനും. ഞങ്ങൾ 3 പേരും രാത്രി ഉറക്കമൊഴിഞ്ഞ് കുറേ ടൈം എടുത്താണ് ഇതൊക്കെ പാക്ക് ചെയ്തതും കോഡ്സ് കട്ട് ചെയ്ത് എഴുതിയതൊക്കെ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ റാപ്പൊക്കെ ചെയ്യുന്നത്, അല്ലാതെ അങ്ങ് കൊടുത്താൽ പോയി. പക്ഷേ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മൾ ഈ കളർഫുള്ളായിട്ടുള്ള പേപ്പറിലൊക്കെ കൊടുക്കുമ്പം ഇവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് കേട്ടോ, എന്താണ് അതിൽ എന്നൊക്കെ ഉള്ളത് ഇതുണ്ട്. അപ്പം കൊടുക്കുമ്പോൾ വേറൊരു ഫേസും അത് ഓപ്പൺ ചെയ്യുമ്പോൾ വേറൊരു ഫേസും ആയിരിക്കും. അപ്പം നമുക്ക് ആ ഒരു എക്സ്പ്രഷനെ കാണാൻ പറ്റും. സോ നിങ്ങൾ ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നെ കൊടുക്കണം. അത് വേറൊരു ഹാപ്പിനെസ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവർക്കും ഫസ്റ്റും സെക്കൻഡും ബാക്കിയുള്ളവർക്ക് ചെറിയ സ്വീറ്റ്സും നമ്മൾ കോട്ട്സൊക്കെ എഴുതിയ സ്വീറ്റ്സൊക്കെയാണ്. സിമ്പിളായിട്ടുള്ള കോട്ട്സാണ്. അതായത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള ഐ എം എ സൂപ്പർ കിഡ് അല്ലെങ്കിൽ ഐ മേക്ക് ഹാപ്പി തിങ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ് ലൈറ്റായിട്ടുള്ള കുറച്ച് കോട്ട്സൊക്കെയാണ് എഴുതി കൊടുത്തത്. സോ എല്ലാവരും വലിയ ഹാപ്പി ആയിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെറിയൊരു എഫേർട്ട് എടുത്താലും ക്ലാസ്സിൽ ഒരു ആൻസർ പറഞ്ഞാലും എന്തോ ആയിക്കോട്ടെ, ഒരു കയ്യടിയായാലും മതി. അല്ലെങ്കിൽ നല്ല വെരി ഗുഡ് അല്ലെങ്കിൽ നല്ല മോൻ എന്നൊക്കെ പറഞ്ഞ് അവരെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ അവർ വീണ്ടും എഫേർട്ട് എടുക്കത്തുള്ളൂ, അവർ വീണ്ടും മുകളിലോട്ട് പോകത്തുള്ളൂ. നമ്മളൊന്നും മൈൻഡ് ചെയ്യാതിരുന്ന അവർ ഡൗൺ ആവത്തേ ഉള്ളൂ, അവരും അങ്ങനെ മൈൻഡ് ആക്കൂല. സോ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിന് വലിയൊരു വാല്യൂ, വലിയൊരു റോളുണ്ട്. സോ ഈ ഒരു വീഡിയോ ഞാൻ പ്രത്യേകിച്ച് പേരൻസിനും ടീച്ചേഴ്സിനും വേണ്ടിയാണ് ചെയ്യുന്നത്. ആസ് എ ടീച്ചർ ഇതിന് ഒരു വലിയ വാല്യൂ ഞാൻ കാണുന്നുണ്ട്. അപ്പം ബാക്കിയുള്ള ടീച്ചേഴ്സും വേഗമാവട്ടെ, ഇങ്ങനെ നിനക്ക് സെറ്റ് ചെയ്ത് വേഗം അവർ ക്ലാസ്സിൽ ഗിഫ്റ്റ്സ് ഒക്കെ കൊടുത്തോളൂ.